വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്ന് AICC സൂചന നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാതെയൊന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരില്ലെങ്കിലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചു ജയിക്കാൻ കഴിയുന്ന ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണനായിരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് AICC നടത്തിയ മൂന്നാമത്തെ സർവേയിൽ വിദ്യയുടെ പേരിന് ഏകദേശം അവസാനമായത്. സത്യത്തിൽ കോൺഗ്രസിന് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന, ഒപ്പം തന്നെ ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. മുൻമന്ത്രി കോൺഗ്രസിന്റെ സുജല പാലിനെയൊക്കെ തട്ടകം തന്നെയായിരുന്നു അത്. പക്ഷേ പ്രദീപ് കുമാർ എന്ന CPM നേതാവ്, അതായത് ജനകീയ മുഖം വന്നപ്പോൾ മുതലാണ് ഇടത് കോട്ടയായി അത് മാറിയത്. അതിനുശേഷം ഇപ്പോൾ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് അവിടുത്തെ MLA. ASU മുൻ അധ്യക്ഷൻ അഭിജിത്ത് ആയിരുന്നു 2021 ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അഭിജിത്ത് അവിടെ നിന്ന് തന്നെ പണിയെടുത്തിട്ടും കാര്യമില്ലെന്ന് AICC കണ്ടെത്തിയിരിക്കുകയാണ്. അഭിജിത്തിന് മറ്റൊരു മണ്ഡലമാണ് AICC നിർദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, സുധാകരന്റെ വിശ്വസ്തനും KPCCയുടെ അറ്റാച്ച്ഡ് സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് K ജയന്തും ഈ മണ്ഡലം നോക്കിവെച്ചതായിരുന്നു. പക്ഷേ AICCയുടെ സർവേയിൽ അതിൻ്റെ 7 അയലത്ത് പോലും അദ്ദേഹം എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, കണ്ണൂരിന് പുറത്ത് ഒരു സീറ്റ് പിടിച്ചു വാങ്ങിക്കാൻ കഴിയാത്ത തരത്തിൽ സുധാകരൻ അപ്രസക്തനായതും അതുപോലെ K മുരളീധരന്റെ മണ്ഡലം മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതും K ജയന്തിന് കോഴിക്കോട്ട് പോലെയുള്ള ഒരിടത്ത് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അതിനിടയിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലം എന്നുള്ളത് കോഴിക്കോട്ടെ കോർപ്പറേഷനിലെ 32ഓളം വാർഡുകൾ ചേർന്നതാണ്. വിദ്യാ ബാലകൃഷ്ണനാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ മുനിസിപ്പൽ കൗൺസിലറാണ്. ചെറിയ വയസ്സിൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ അറിയപ്പെടുന്ന വനിതാ വിദ്യാർത്ഥി യുവജന നേതാവ് കൂടിയാണവർ. കഴിഞ്ഞ തവണ വടകര ലോകസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരു പേരാണ് വിദ്യാ ബാലകൃഷ്ണന്റേത്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അഖിലേന്ത്യാ നേതൃത്വം വരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന വനിതാ നേതാവാണ് വിദ്യ. അതൊക്കെ വളരെ നന്നായി മനസ്സിലാക്കി തന്നെയാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയായി വിദ്യയെ AICC കണ്ടെത്തിയിരിക്കുന്നത്. CPMന് ജയസാധ്യത കുറയുന്നൊരു മണ്ഡലമായും കോഴിക്കോട് നോർത്ത് മാറുകയാണ് യഥാർത്ഥത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം കോഴിക്കോടിന്റെ മാലിന്യ പ്രശ്നം തന്നെയാണ്. മാലിന്യ പ്ലാന്റിനെതിരെ ഒരു നാട് തന്നെ പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ്. MLA ആയ തോട്ടത്തിൽ രവീന്ദ്രനെ വഴിയിൽ തടഞ്ഞതും കോഴിക്കോട് ഇളകി മറിഞ്ഞതുമെല്ലാം അടുത്ത കാലത്താണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് കോഴിക്കോട്ടുകാർ. അതോടൊപ്പം തന്നെ വിദ്യാ ബാലകൃഷ്ണൻ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. വനിതകളുടെ പ്രശ്നങ്ങളാണ് ഈ മാലിന്യവും കുടിവെള്ളവും എന്നിരിക്കെ അവരുടെ ഏറ്റവും നല്ല ചോയ്സായി വിദ്യ മാറുകയാണ്. അതെല്ലാം വളരെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് AICC സർവേ പുറത്തുവിട്ടിരിക്കുന്നതും അതിൽ വിദ്യാ ബാലകൃഷ്ണൻ ഏറെക്കുറെ കോഴിക്കോട്ട് വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനവും UDF സ്ഥാനാർത്ഥികൾക്ക് ഏറെ വിജയസാധ്യത നൽകുന്ന ഒന്നാണ്. കഴിവുകെട്ട പാർട്ടി നേതൃത്വങ്ങൾ പലയിടത്തും വിജയസാധ്യതകൾ തകർക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം പാർട്ടിക്ക് വലിയ കരുത്തായി മാറുകയും ചെയ്യുന്നു. ഏതായാലും മണ്ഡലം കണ്ട് കുപ്പായം തുന്നിയ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ ഇനിയും കഴിവുകെട്ടവർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വരുമെന്ന് കരുതിയ CPMഉം ഒരുപോലെ അമ്പരന്ന തീരുമാനമാണ് വിദ്യാ ബാലകൃഷ്ണന്റെ പേര് കോഴിക്കോട് നോർത്തിൽ വന്നിരിക്കുന്നത്.